ഈ കാലഘട്ടം എല്ലാ വ്യക്തികളും എന്ത് ആഗ്രഹിക്കുന്നുണ്ട്? ആശ്വാസം ആഗ്രഹിക്കുന്നുണ്ട്. നീ ഉറ്റവരിൽ നിന്ന് നമ്മൾ ആശ്വാസം ആഗ്രഹിക്കാറുണ്ട്. നീ പ്രിയപ്പെട്ടവരിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, മക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, ജീവിത പങ്കാളിയിൽ നിന്ന്, നമ്മുടെ പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കൾ, അയൽക്കാർ, നീ ഏതൊരു വ്യക്തിയിൽ നിന്നും ഒരു വ്യക്തി ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത് ഒരു ആശ്വാസമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? അനേകം അസ്വസ്ഥതകളുണ്ട്. നമ്മൾ അനേകം അസ്വസ്ഥതകൾ പേറിക്കൊണ്ട് നടക്കുന്ന ജീവിതങ്ങളാണ്. പലതിനെക്കുറിച്ച് നമുക്ക് അസ്വസ്ഥതയുണ്ട്. ആശ്വാസമില്ലാതെ നമ്മുടെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന 100 അസ്വസ്ഥതകളിലേക്ക് ഈ ദിവസം കർത്താവായ യേശു ഒന്ന് കടന്നു വരാൻ, യേശുവിടെ ആശ്വാസം ഒന്ന് ലഭിക്കാൻ നന്ദിയോടെ ഒന്ന് വലതുകരം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയാമോ? ഹല്ലേലൂയ. എങ്ങനെയൊക്കെയാണ് ദൈവമായ കർത്താവ്, എങ്ങനെയൊക്കെയാണ് യേശു തൻ്റെ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുന്നത്? നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ അത് പഴയ നിയമം പുതിയ നിയമമൊക്കെ മാറി തിരുവചനത്തിൻ്റെ ഓരോ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമായ കർത്താവ് ഓരോരോ രീതിയിലൂടെ, വ്യത്യസ്തങ്ങളായ രീതിയിലൂടെ, വ്യത്യസ്തങ്ങളായ മാർഗങ്ങളിലൂടെ ഈ ദൈവമായ കർത്താവ് ഈ നിൽക്കുന്ന എന്നെയും ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഓരോ വ്യക്തികളെയും, ഇന്ന് ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ ദൈവമകനെയും മകളെയും ആശ്വസിപ്പിക്കുന്നുണ്ട്. തിരുവചനം പറയുക, ദൈവം ഒരു വ്യക്തിയെ ആശ്വസിപ്പിക്കുന്നത് നീ മകനെ മകളെ എന്ന് വിളിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയെ കടന്നു വന്ന് നീ ഇതിനെ ഓർത്ത് ഭാരപ്പെടേണ്ട, നീ ഇതിനെ ഓർത്ത് കരയേണ്ട ആവശ്യമില്ല, നീ ഇതിനെ ഓർത്ത് നിലവിളിക്കേണ്ട ആവശ്യമില്ല, നീ ഈ കാര്യത്തെ ഓർത്ത് പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിന്നെ എന്ത് ചെയ്യുന്ന ദൈവമാണ്? ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അപ്പോൾ അനേകം അസ്വസ്ഥതകൾ ഇന്നിനെ നിങ്ങളെ ഭരിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കണേ. ഒന്നാമതായി ദൈവത്തിൻ്റെ വചനം പറയുക, ദൈവം നമ്മെ അടുത്ത് വിളിച്ച് നീ ചേർത്ത് നിർത്തി ദൈവം നമ്മെ ഒന്നാമതായി ആശ്വസിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസം എന്ന വഴിയിലൂടെയാണ്. എന്ന പ്രിയമുള്ളവരെ, വിശ്വാസത്തിലൂടെ ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കും എന്ന് പറയുക. ഈ കഴിഞ്ഞ ഏതാനും ആഴ്ച മുമ്പ് നമ്മുടെ കരിമുണ്ടൂരുള്ള പ്രിയമുള്ളവരെ, ഒരമ്മയും അവരെ മാതാപിതാക്കൾ, ഒരു കുടുംബത്തിൻ്റെ അവരുടെ 6 വയസ്സുള്ള ഒരു മകനാണ്. ഈ 6 വയസ്സുള്ള മകൻ തന്നെ സഹോദരനുമായിട്ട് ഒരു ശനിയാഴ്ച വൈകിട്ട്, നീ കുട്ടികളാണെങ്കിൽ നമുക്കറിയാം അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? സാധാരണ വീടുകൾ കളിച്ചുകൊണ്ടിരിക്കും. പഠിക്കുന്ന സമയമൊക്കെ ഉണ്ട്. നീ അത് കഴിഞ്ഞ് കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. കുട്ടികൾക്ക് ഏറെ ഇഷ്ടം കളിക്കുന്നതാണ്. അങ്ങനെ ഈ 2 കുട്ടികൾ, പ്രിയമുള്ള ഈ 6 വയസ്സുള്ള മകനും നീ ആ കുട്ടിയുടെ സഹോദരൻ തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഈ 6 വയസ്സുള്ള മകൻ്റെ കണ്ണിൽ ഫെവിക്വിക്ക് അത് പോയി. നമുക്കറിയാം, നമ്മുടെ കണ്ണിൽ ഒരു കരട് പോയി കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന അസ്വസ്ഥത. നമ്മുടെ കണ്ണിൽ കരട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കണ്ണടച്ച് പിടിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, നീ 6 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞാണ്. ഈ കുഞ്ഞിൻ്റെ കണ്ണിലെ ഫെവിക്വിക്ക് പോവുക എന്ന് പറഞ്ഞ് ഇത് എവിടെയെങ്കിലും ആ ബസ് കൊണ്ടുപോയി എന്ന് തുടിച്ചാൽ മതി, അത് വളരെ വേഗം തന്നെ ഒട്ടിപ്പിടിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു വ്യക്തിയുടെ കണ്ണിൻ്റെ ഉള്ളിൽ, കൃഷ്ണമണിയിൽ, പ്രിയമുള്ളൊരു കണ്ണിൽ ഈ ബസ് പോയി കഴിഞ്ഞപ്പോൾ നീ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാഷ്വാലിറ്റി കാണിച്ചു. ഈ ഡോക്ടർ പറഞ്ഞു, നീ കണ്ണും മുഴുവനും കൃഷ്ണമണിയിലുമെല്ലാം എന്തുണ്ട്? ഈ ബസ്സയുണ്ട്. എത്രയും വേഗം ഒരു കണ്ണിൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകണം. അത് ശനിയാഴ്ച ദിവസമായതുകൊണ്ട് പ്രിയമുള്ളൊരു കണ്ണിൻ്റെ ഡോക്ടർ ഒന്നും വൈകിട്ടില്ല. ഒരു പല ആശുപത്രി മാറി കയറി നീ അവസാനം ഒരു അങ്കമാലിയിലേക്ക് പോവുകയാണ്. ഈ സമയം താവർ മാതാവിൻ്റെ മാധ്യസ്ഥതയോടെ പ്രിയമുള്ളൊരു ആ കുടുംബം എങ്ങനെ പ്രാർത്ഥിച്ചു? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ കണ്ണിലോ നമ്മുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് ഈ ഫെവിക്വിക്ക് എന്ന് പറയുന്ന പശ പോകുമ്പോൾ നീ ആ കുടുംബത്തിലുള്ളവരുടെ ഒരു വെപ്രാളം അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു അസ്വസ്ഥത നീ നമ്മുടെ കണ്ണിൽ തന്നെ വരികയാണെങ്കിൽ നീ നമ്മളെന്തുമാത്രം വേദനിക്കും അല്ലെങ്കിൽ അസ്വസ്ഥപ്പെടും. നീ ഈ സമയം അങ്കമാലി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ നീ എവിടെ ചെന്ന് ഡോക്ടർ നോക്കുമ്പോൾ നീ കണ്ണു നിറയും ഈ ഫെവിക്വിക്കിൻ്റെ ഈ പശയുണ്ട്, നീ കണ്ണിൻ്റെ കൃഷ്ണമണിയിലുണ്ട്. ഡോക്ടർമാർ പറഞ്ഞത് കണ്ണിൻ്റെ കാഴ്ച ഒരു പക്ഷെ നഷ്ടപ്പെട്ടു പോകും. നീ കണ്ണിൻ്റെ കൃഷ്ണമണിയിലേക്കുള്ള രക്തഓട്ടം നിലച്ചു പോകും. നീ ബസ് നീക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കണ്ണിന് മുറിവുകളുണ്ടാകും. ഈ കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് പ്രിയമുള്ളവരെ ഈ ബസ് ഇങ്ങനെ ചിരണ്ടി മാറ്റുമ്പോൾ നീ ആ കണ്ണിന് മുറിവുണ്ടാകും. അത് ഒരുപക്ഷെ കാഴ്ച നഷ്ടപ്പെടാൻ കാരണമായി മാറും.
ഈ സമയം ആ കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും അനുഭവിക്കുന്നൊരു വേദന. പ്രിയമുള്ള എന്നാൽ ഒരു വിശ്വാസത്തോടെ നീ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയുടെ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വിശ്വാസത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കും എന്ന് വചനം പറയുന്നു. ഇത് വചനം എവിടെ പറയുക? പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനമാണ്, 3-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനം. ഈ സമയം ഞാൻ നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെക്കണം. തിരുവചനം ഇപ്രകാരം പറയുന്നു: ഈ കാരണത്താൽ സഹോദരരെ, എല്ലാ സങ്കടങ്ങളിലും എല്ലാ കഷ്ടതകളിലും നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ആശ്വാസം തരുന്നു. നീ ജീവിതത്തിൽ ഞെരുക്കങ്ങളുണ്ടാകും, ജീവിത സങ്കടങ്ങൾ കടന്നു വരും, ജീവിത പ്രതിസന്ധി കടന്നു വരും, ജീവിത ചില കുറവുകൾ കടന്നു വരും, ജീവിത ചില ഇല്ലായ്മകൾ കടന്നു വരും, ജീവിത ചില കഷ്ടതകൾ കടന്നു വരും, ജീവിത ചില പ്രതീക്ഷിക്കാത്ത രോഗപീഠകൾ, അപകടങ്ങൾ, ഇതെല്ലാം കടന്നു വരും കേട്ടോ. ഇങ്ങനെ ജീവിതത്തിൽ കടന്നു വരുന്ന ഈ കഷ്ടതകൾ, ഈ രോഗപീഠകൾ, ഈ സങ്കടങ്ങൾ, ഇവിടെയെല്ലാം ഒരു വ്യക്തിക്ക് ആശ്വാസം ലഭിക്കുന്നത്, ഒരു വ്യക്തിയിലേക്ക് ആശ്വാസമായി ദൈവം കടന്നു വരിക നമ്മിലുള്ള വിശ്വാസത്തിലൂടെയാണ്. നമ്മിലുള്ള വിശ്വാസത്തിലൂടെ ദൈവമായ കർത്താവ് കടന്നു വന്ന് നമ്മെ ആശ്വസിപ്പിക്കും. അങ്ങനെ ഈ കുഞ്ഞിൻ്റെ കണ്ണിൽ നിന്ന് പ്രിയമുള്ളവരെ, ഈ ബേബിക്കൊക്കെ നീക്കി കളയാൻ വേണ്ടി ഡോക്ടർമാരെ ശ്രമിച്ചു. നീ ഭാഗ്യമായിട്ട് പോയി. ആ സമയം കുഞ്ഞിൻ്റെ കണ്ണുകളിൽ 60% മുറിവേറ്റു. ഡോക്ടർമാർ പറഞ്ഞു, ഒരു പക്ഷേ ഇനി ആ കാഴ്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ആ സമയം പരിശുദ്ധാത്മാവ് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചു. ദൈവാത്മ നൽകിയ ഒരു സന്ദേശം ഇതായിരുന്നു: 7 ദിവസം. എന്ന് പറഞ്ഞ എത്ര ദിവസമാണ്? 7 ദിവസം ഈ കുഞ്ഞിന് വേണ്ടി ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഈ കുഞ്ഞിനെ താമ്പൂർന്ന് കൊണ്ടുപോകുന്ന വെഞ്ചരിച്ച വെള്ളം, അത് വിശ്വാസത്തോടെ ആ വെഞ്ചരിച്ച വെള്ളം കുഞ്ഞിന് കൊടുക്കണം. 7 ദിവസം കൊണ്ട് കർത്താവിൻ്റെ ഇടപെടലുണ്ടാകും. 7-ാമത്തെ ദിവസം ഈ കുഞ്ഞിനെ വീണ്ടും കൊണ്ടുപോയി കണ്ണ് ആശുപത്രി കാണിക്കുമ്പോൾ ഡോക്ടർമാർ അതെല്ലാം മൂടി കെട്ടിയതെല്ലാം മാറ്റി നോക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ കണ്ണുകൾ മുറിഞ്ഞ് ഈ 60% മുറിവുകളും പരിപൂർണമായി ഉണങ്ങി ആ കുഞ്ഞിനെ കാഴ്ച അല്പം പോലും നഷ്ടപ്പെട്ടു പോകാതെ ആ കുഞ്ഞിനെ കർത്താവ് സംരക്ഷിച്ചതായിട്ടാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം മാത്രമല്ല, നമ്മുടെ ദൈവം ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ഈ കുരിശിലേക്ക് നോക്കി ഈ ദൈവത്തിൽ നിന്ന് എന്തുമാത്രം ആശ്വാസം അവർ കൈപ്പറ്റുന്നുണ്ടെന്നറിയാമോ? അത് വിശ്വാസ മേഖലയിൽ നിന്ന് കൈപ്പറ്റുന്നതാണ്. പ്രിയമുള്ള സഹോദരി ഈ ചാപ്പലിന് മുൻവശത്ത് വാവിട്ട് കരഞ്ഞ് എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ 6 മാസത്തെ അധ്വാനം അത് നഷ്ടപ്പെട്ടു പോയി അച്ഛാ. എൻ്റെ 6 മാസത്തെ അധ്വാനം അത് പരാജയം. ഞാൻ ചോദിച്ചു, എന്താണ് ഈ 6 മാസത്തെ പരാജയം, അല്ലെങ്കിൽ 6 മാസത്തെ അധ്വാനം എന്തായിരുന്നു? ഈ സഹോദരി കണ്ണുനീരോട് പറഞ്ഞു, അച്ഛൻ ഞാൻ 6 മാസം കഷ്ടപ്പെട്ട് OET പഠിച്ചതാണ്. എന്നാൽ ഈ OET പഠിച്ചു, നീ ഇതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഒരു മോഡ്യൂളിൽ മാത്രം 3 മാർക്കിന് കുറവിന് അത് പരാജയപ്പെട്ടു. പ്രിയമുള്ളവരെ, എങ്ങനടിച്ചാണ് കരയുക? ഈ എങ്ങനടിച്ച് കരയുന്ന സമയം ആ വ്യക്തി എന്നോട് പറഞ്ഞ, അച്ഛാ ഇതെൻ്റെ 6 മാസത്തെ അധ്വാനമാണ്. ഇനി 6 മാസം, നീ ചിലര് 6 വർഷം ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് ഈ അധ്വാനം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നീ അത് പാഴായി പോകുമ്പോൾ നമ്മിലേക്ക് വരുന്ന ഒരു വലിയ വേദനയുണ്ട്. അപ്പോൾ ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ദൈവാത്മ നൽകിയ സന്ദേശം പറഞ്ഞ് അത് കഴിഞ്ഞ് ആ സഹോദരി പറഞ്ഞ്, നീ പുറത്തുനിന്ന് കരയാതെ നീ അകത്ത് കയറിയിരുന്ന് ഈ ശുശ്രൂഷയിൽ നിന്ന് കൂടെ. അപ്പോൾ ഈ വ്യക്തി താമ്പോറി നേരത്തെ പങ്കെടുക്കുന്ന വ്യക്തിയാണെന്നാണ് ഞാൻ ധരിച്ചത്. പ്രിയമുള്ളവർ, അങ്ങനെ ആ സമയം വീട്ടിൽ നിന്ന് വില വിളിച്ചോ അല്ലെങ്കിൽ റിസൾട്ട് അറിഞ്ഞോ കരയുന്ന അപ്പോൾ ആ വ്യക്തി ആ ശുശ്രൂഷയ്ക്ക് കയറിയിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ ഈ വ്യക്തി എന്നോട് പറഞ്ഞ, അച്ഛാ സങ്കടം മാറി, വിഷമം മാറി, നീ കണ്ണുനീരെല്ലാം മാറി, നീ പുഞ്ചിരിക്കുന്ന ഒരു മുഖമായി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് വലിയ ആശ്വാസം. ആ വ്യക്തി പറഞ്ഞ് ഞാൻ ഇനി പോവുകയാണ്. അപ്പോൾ ഈ തകർച്ച വന്നു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ധ്യാനം കൂടുന്ന വ്യക്തിയല്ലായിരുന്നു. ഈ വലിയ തകർച്ച വന്നപ്പോൾ ഈ ആശ്വാസം നേടി ഉടൻ തന്നെ താപോലേക്ക് വന്നതാണ്. നമ്മളൊരു 1-2 മണിക്കൂർ തമ്പുരാന്റെ സ്ഥാനയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ വേദന നിറക്കി വെച്ചപ്പോൾ നീ ആ വചന ശുശ്രൂഷ കേട്ട് കഴിഞ്ഞപ്പോൾ ആ വിശ്വാസത്തിലൂടെ ആ വ്യക്തിയെ കർത്താവ് എന്ത് ചെയ്തു? ആശ്വസിപ്പിച്ചു. ഇന്നിവിടെയായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വേദനയില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കണ്ണുനീരില്ലേ? ഈ സഹോദരി പറഞ്ഞതുപോലെ നമ്മുടെ അനേക നാളത്തെ അധ്വാനങ്ങൾ പാഴായി പോയിട്ടില്ലേ?
പ്രിയമുള്ള, പക്ഷേ ഈ അധ്വാന മേഖല, ഈ തകർന്നു പോയ, അതിൽ പരാജയപ്പെട്ട ഈ മേഖലയിലെല്ലാം കർത്താവ് എനിക്ക് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കും കേട്ടോ. ഇനി ദൈവമായ കർത്താവ് ദൈവത്തെ ആശ്വസിപ്പിക്കുന്നത് തിരുവചനത്തിലൂടെ ദൈവം ആശ്വസിപ്പിക്കും. ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിൽ ഇനി ഈ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങുമ്പോൾ, ഈ ജീവിതത്തിൽ സങ്കടങ്ങൾ നൊമ്പരങ്ങൾ വരുമ്പോൾ, നീ ആശ്വാസമില്ലാതെ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ആശ്വാസമില്ലാതെ നമ്മളിങ്ങനെ ഭാരപ്പെട്ട് നിൽക്കാറില്ലേ? ദൈവം ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊരു ചിന്ത വരുമ്പോൾ, ഈ ഭാരം വരുമ്പോൾ, നീ തൊട്ട് മുമ്പിൽ ഏതിരിപ്പുണ്ട്? ബൈബിൾ ഇരിപ്പുണ്ട്. ഈ ബൈബിൾ എന്താണ്? ദൈവമാണ്.